ക്രിസ്തീയ ജീവിതത്തിൽ 50 കൊല്ലം തികച്ച എൻ്റെ സങ്കടം. ഇന്ന് 2025 നവംബർ 30 ഞായറാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2575 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാട്ടെ. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഞാൻ 50 കൊല്ലം തികച്ചു. സ്തോത്രം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ 50 കൊല്ലം തികച്ചു ഞാൻ ഒത്തിരി ദുഃഖിതനാണ്. അതിന് കാരണം ഞാൻ കണ്ടെത്തിയപ്പോൾ തിരഞ്ഞെടുത്ത ഈ ക്രിസ്തീയ വിശ്വാസം തെറ്റായതുകൊണ്ടല്ല, അറിഞ്ഞ സത്യത്തിൽ മനസാക്ഷിയോടുകൂടെ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മാതാവിനെ കണ്ടു. അവരുടെ വീട്ടുവിശേഷം ചോദിച്ചറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം നീറി, കണ്ണുകൾ നിറഞ്ഞു. കേവലം 15 വയസ്സ് മാത്രമുള്ളൊരു മകൻ. SSLC കഴിഞ്ഞപ്പോൾ അവൻ്റെ വാപ്പ അവനെ മേത്തരമായ ഒരു വിദ്യാലയത്തിൽ കൊണ്ടാക്കി അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വാപ്പയുടെ ആരോഗ്യം തകർന്നു. തന്മൂലം ബിസിനസ്സിൽ നഷ്ടം വന്നു. വീണ്ടും കടക്കെണിയിൽ കുടുങ്ങി. ഒടുവിൽ വാപ്പ ഭാര്യയെയും മക്കളെയും വിട്ട് നാട് വിട്ടുപോയി. മാൻ മിസ്സിങ്ങിന് പോലീസിൽ കേസ് കൊടുക്കേണ്ട ഗതികേടിൽ വീട്ടുകാർ എത്തി. മോൻ്റെ +1 പഠനം മുടങ്ങി. സർട്ടിഫിക്കറ്റ് തിരികെ ചോദിച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം ഉടമ കൊടുത്തില്ല. 13,000 രൂപയാണ് അവർ നഷ്ടം ചോദിച്ചത്. പാതി വഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിയ, സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആ പയ്യനിപ്പോൾ ദിവസം 300 രൂപയ്ക്ക് പാർട്ട് ടൈം ജോലി ബാലവേല ചെയ്ത് ജീവിക്കുകയാണ്. ഇങ്ങനെ സ്ഥിരവരുമാനമില്ലാത്ത ആരോഗ്യ പ്രശ്നമുള്ള കടക്കണിയിൽ കുടുങ്ങുന്ന ധാരാളം പേരെ നമുക്ക് ചുറ്റുപാടുമില്ലേ? ദുരഭിമാനം മൂലം അവർ അത് പുറത്ത് പറഞ്ഞെന്ന് വരില്ല. ഇനി സഹിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നവരിൽ ചിലർ ഇതിനോടകം കുടുംബം അടച്ച് ആത്മഹത്യകൾ ചെയ്തു വരുന്ന വാർത്തകളും എന്നും പത്രങ്ങളിൽ വരുന്നില്ലേ? മനസാക്ഷിയുള്ളവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു എങ്കിൽ, അവർ ഈ വിവരം അറിഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് തുടർ പഠനം മുടങ്ങിയില്ലായിരുന്നു. അതുപോലെ എത്ര പേർ സ്കൂൾ ബസ്സിൻ്റെ ഫീസ് കൃത്യമായി കൊടുക്കാനില്ലാത്ത എത്ര കുട്ടികളാണ് തങ്ങളുടെ കൂട്ടുകാർ സ്കൂളിലേക്ക് മഞ്ഞ ബസ്സിൽ ആടിപ്പാടി തുള്ളിച്ചിരിച്ചു പോകുമ്പോൾ ഹാജർ നഷ്ടപ്പെടുത്തി വീട്ടിലിരിക്കുന്നത്. അതുപോലെ മറ്റൊരു യുവാവ് തൻ്റെ ഭാര്യയുമായി താമസിക്കാൻ ഒരു ചെറിയ വീട് തുച്ഛം വാടകയിൽ തരപ്പെടുത്തി. പക്ഷേ താമസിക്കാൻ ഉപ്പുമുളകും വേണ്ടേ? അത് വാങ്ങാൻ പൈസയില്ല. അടുത്ത ആഴ്ച കുടുംബശ്രീയിൽ നിന്നും വായ്പ എടുത്തിട്ട് വേണം താമസമാക്കാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ 1000 രൂപയുടെ പലചരക്ക് വാങ്ങിക്കൊടുക്കാൻ വകയില്ലാത്ത അവസ്ഥ നമുക്ക് വന്നാൽ നാം സങ്കടത്തിലാകുകയില്ലേ? ഇതുകൂടാതെ ഇതിനപ്പുറം വേറൊരു സങ്കടം കൂടെ എനിക്കുണ്ട്. 50 കൊല്ലം വിശ്വാസ ജീവിതം തയ്ക്കാൻ ഭാഗ്യം ലഭിച്ച എനിക്ക് ഇനിയും ഉള്ള ആരോഗ്യം വെച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ മുന്നേറണം എന്ന ആഗ്രഹമുണ്ട്. SIRഉം പൗരത്വ ഭേദഗതിയും മറ്റിതര ചിപ്പ് പരിപാടികളെല്ലാം വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ കർത്താവ് വരാനുള്ള സമയം ആഗതമായി എന്നതാണ് മനസ്സിലാകുന്നത്. മത്തായിയുടെ സുവിശേഷം 24 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ വരുന്ന ഏകദേശ വിവരണങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. 24:30 മുതൽ വായിക്കുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിട്ട് 24:32, 33 വാക്യങ്ങൾ പറയുകയാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ അത്തി എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെയാണ്. 2025 ഇസ്രായേലിൻ്റെ ഈ കാലഗതി നോക്കുമ്പോൾ, ദേശത്തെ വോട്ട് ചോരിയും മറ്റു ചില വിശേഷങ്ങളും കണക്ക് കൂട്ടി നോക്കുമ്പോൾ, കർത്താവ് എത്രയും വേഗം വരും, എന്നെ ചേർക്കും, എൻ്റെ കുടുംബത്തിലുള്ളവരും ആ കൂട്ടത്തിൽ എടുക്കപ്പെടും. പക്ഷേ എൻ്റെ സങ്കടം അതല്ല. ഞാൻ ആനന്ദത്തോടും സന്തോഷത്തോടും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ രക്ഷിക്കപ്പെടാത്ത എൻ്റെ അയൽവാസികൾ, ബന്ധുക്കളിൽ പലരും, വിവിധ നിലകളിൽ എനിക്ക് പരിചയമുള്ളവർ എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം. സുവിശേഷം ഞാൻ എത്ര പേരോട് പറയുന്നു എന്നതല്ല, എത്ര പേർ അത് കേൾക്കുന്നു എന്നതുമല്ല, എത്ര പേർ അത് വിശ്വസിച്ചു എന്നതാണ് എൻ്റെ സന്തോഷം. പക്ഷേ ഇത്രയുമായിട്ടും
രക്ഷിക്കപ്പെടാതെ 1000 10,000 പേർ കർത്താവ് വരുമ്പോൾ നരകത്തിലേക്ക് തള്ളപ്പെടുകയില്ലേ എന്നതാണ് എൻ്റെ സങ്കടം. തെസ്സലോനിക്കർക്ക് എഴുതി കിട്ടിയ 1 ലേഖനം 4:16 മുതൽ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തുനിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്നാണ്. സത്യത്തിൽ മനസ്സാക്ഷിയുള്ള എത്ര പേർക്ക് ഈ യാത്രയിൽ സന്തോഷിക്കാൻ കഴിയും? എങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ കഴിയും? ദരിദ്രരെ ഓർത്ത് കൊള്ളണം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ആത്മരക്ഷ നഷ്ടപ്പെട്ട് നരകത്തിൽ പോകുന്നവരെയും ഓർത്തു കൊള്ളുവാൻ നമുക്ക് ബാധ്യതയില്ലേ? അതിനായി നമുക്ക് ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ താഴ്ത്താം എന്ന് നിങ്ങളുടെ കൂട്ടുസഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558101. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.